നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയുണ്ടായി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ലോറിയുടെ മുകളിൽ തട്ടി മരക്കൊമ്പൊടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീണു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃത്താല ആലൂർ റോഡിൽ വട്ടത്താണി സ്റ്റോപ്പിന് സമീപത്ത് കഴിഞ്ഞ ദിവസം രാത്രി 8:15 അപകടം. തൃത്താല ഭാഗത്തുനിന്നും ആലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുകളിൽ തട്ടി വലിയ മരക്കൊമ്പ് ഒടിയുകയും പുറകെ വരികയായിരുന്ന കാറിന് മുകളിലേക്ക് പതിക്കുകയുമായിരുന്നു. മരക്കൊമ്പ് താഴേക്ക് പതിക്കുന്നത് കണ്ട് കാർ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതിനാൽ വാഹനത്തിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഇതിനാൽ കാറിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിന് കുറുകെ മരക്കൊമ്പ് വീണതോടെ ഏറെ സമയം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. നാട്ടുകാരുടെയും മറ്റും നീണ്ട പരിശ്രമത്തിനൊടുവിൽ ശിഖരം വെട്ടിമാറ്റി മണിക്കൂറുകൾക്ക് ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആറങ്ങോട്ടുകരയിൽ ലോറി ഓട്ടോറിക്ഷയിലിടിച്ച് 4 പേർക്ക് പരിക്ക്. ആറങ്ങോട്ടുകര സെന്ററിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സിമന്റ് ഇറക്കി പുറകിലേക്ക് വരികയായിരുന്ന ലോറി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പട്ടാമ്പി ഭാഗത്തു നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ 2 സ്ത്രീകൾ ഉൾപ്പെടെ ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേരും ഡ്രൈവറുമടക്കം 4 പേർക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കുലുക്കല്ലൂർ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ബി കമാൽ പാഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുലുക്കല്ലൂർ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുലുക്കല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അമ്മമാരെയും അനുമോദിച്ചു. സമാരോഹം എന്ന പേരിലായിരുന്നു അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് BK കമാൽ പാഷ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ N ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ M ഗിരിധരൻ, അഡ്വക്കേറ്റ് NK ജയദേവൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തടം, നഫീസ ഉസ്മാൻ, അനിൽ പുറമത്ര, C അബ്ദുൽ സലാം, പ്രൊഫസർ അബൂബക്കർ, E ഉണ്ണികൃഷ്ണൻ, P കബീർ, KP ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻ ഉണ്ണി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നമുക്ക് അത്രയും ബ്രെയിനുണ്ട്. അത് തേച്ച് എടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അതായത് ആദ്യം വീട്, രണ്ടാമത് സമൂഹം, മൂന്നാമതാണ് വിദ്യാലയം. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനം. അതിന്റെ അധ്യാപക ശ്രേഷ്ഠെന്ന് പറയുന്നവരുണ്ടല്ലോ. അവരാണ് റോ മെറ്റീരിയലിനെ മോഡിഫൈ ചെയ്ത് നല്ല തേച്ച് മിനുക്കി റെഡിയാക്കി എടുത്ത് ഒരു നല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റായി സമൂഹത്തിലേക്ക് ഇറക്കുമെന്നുള്ള ചുമതലയുള്ളത് അധ്യാപക ശ്രേഷ്ഠമാണ് എന്നുള്ളതേ ഉള്ളൂ. കാരണം ജോലിക്ക് വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് അത് എല്ലാ സമൂഹത്തിലും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ചങ്ങരംകുളം ചിയ്യാനൂരിൽ കനത്ത മഴയിൽ മതിൽ വീടിന് മുകളിലേക്ക് വീണ് വീട് ഭാഗികമായി തകർന്നു. കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയിൽ ക്ഷേത്രത്തിനടുത്ത് ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം. മുതിരമ്പറമ്പത്ത് വിജി സുരേഷ് ബാബു ദമ്പതികളുടെ വീടാണ് തകർന്നത്. ഓട്ടോ തൊഴിലാളിയായ ബാബുവും ഭാര്യ വിജിയും അസുഖം ബാധിച്ച അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അപകട സമയത്ത് വീട്ടിലാരുമില്ലാതിരുന്നതിനാൽ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വീടിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കളയുടെ ചുമരും വാതിലുമടക്കം തകർന്നു വീണിട്ടുണ്ട്. മറ്റു ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട്. മുൻപ് മതിലൊരു ഭാഗം തകർന്നിരുന്നതായും അപ്പോൾ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയതായും സുരേഷ് ബാബു പറയുന്നു. സ്ഥലത്തിന്റെ ഉടമയോടും അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണെന്നും ഒരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ബാബു പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബാക്കി ഭാഗം ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന സ്ഥിതിയിലാണെന്നും നടപടി ഉണ്ടാകണമെന്നും ബാബു ആവശ്യപ്പെട്ടു. 27-ാം തീയതി വീണുള്ളത് ഈ കഷ്ണം ഇവിടെ കുറച്ച് സ്ഥലം. ഇത് വീണപ്പോഴാണ് ഞാൻ പോയി പറഞ്ഞത്. ഇങ്ങനെ വെറുതെ കല്ല് വെച്ചിറക്കല്ലേ, പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്തു. അത് കഴിഞ്ഞിപ്പോ 1 മണിക്കൂർ മുന്നെയാണ് ഇപ്പൊ ഈ മൊത്തം അവിടെ അറ്റം വരെ വീണത്. അത് ഞാനായി നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞതാ അവിടെ കുത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വീടിന്റെ മുകളിലേക്ക് അറിയാൻ കാരണം ഇവിടെ ആദ്യം 1 വർഷം മുന്നേ അറിഞ്ഞുള്ള കല്ലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ എന്നിട്ട് അവർ വന്ന് ഇതേമാതിരി കല്ല് അട്ടി വെച്ചു. 27-ാം തീയതി ഞാൻ പോയിട്ട് പഞ്ചായത്ത് കംപ്ലൈന്റ് കൊടുത്തു. പഞ്ചായത്ത് കൊടുത്തിട്ട് അവർക്ക് ഞങ്ങൾക്കും ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന്. ഇപ്പൊ 10 ദിവസമൊക്കെ കഴിഞ്ഞു, വെയിൽ കഴിഞ്ഞു. ഇപ്പം വീടിന്റെ മുകളിലേക്ക് മൊത്തം മറിഞ്ഞു. അടുക്കളയിലോ അതില് ജനലോ എല്ലാം കൂടിയിട്ട് ഉള്ളിലേക്ക് വന്നിരിക്കുന്നു.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിലാണ് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ആദരം ഒരുക്കിയത്. യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ സനൂപിന്റെ അധ്യക്ഷതയിൽ സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, 1200 വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ അർഹിക്കുന്ന, നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച തിളക്കമേറിയ വിജയമാണ് ഓരോ മക്കളും നേടിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. പുറത്തുനിന്നും നോക്കിക്കാണുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ പുതിയ ജനറേഷൻ, എൻ്റെ മക്കളൊക്കെ എന്നെ വിളിക്കുന്നത് വസന്തങ്ങളാണ്. ആ വസന്ത കാലഘട്ടത്തിലുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കാലത്ത് 10ാം ക്ലാസ്സിലും +2 അന്നത്തെ പ്രീഡിഗ്രിക്കും ഒക്കെ ഒരു 60% മാർക്ക് പോലും കരസ്ഥമാക്കാൻ പ്രയാസപ്പെട്ട ഒരു നാളുകളിൽ കാലത്ത് 10ാം ക്ലാസ്സും +2 ഒക്കെ കടന്നു വന്നിട്ടുള്ള ആ വസന്ത രക്ഷിതാക്കളുടെ മക്കളാണ് ഇന്ന് ഫുൾ A+ മുഴുവൻ മാർക്കും, ഒരു മാർക്ക് പോലും ചോരാതെ വാങ്ങിയിട്ടുള്ള മക്കളെന്ന് കാണുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാവും വലിയ അഭിമാനത്തോടും സംതൃപ്തിയോടും കൂടിയാണ് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഉപഹാരം, അംഗീകാരം, ഈ സമൂഹത്തിന്റെ അംഗീകാരം. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാന്തിനി പ്രവീൺ, മണ്ഡലം യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ റഫീഖ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ്, യൂണിറ്റ് ട്രഷറർ CP അബുലൈസ്, P അബ്ദുൽ ഖാദർ, PK മുഹമ്മദ് ഉവൈസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചു. 50ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സ്മിത, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ശ്രീകല, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, അധ്യാപകരായ അനന്തപത്മനാഭൻ, ഷെറീന, നാരായണൻ പൂങ്ങാട്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനമാണ് പട്ടാമ്പി എലഗന്റ് പ്ലാസയിൽ വെച്ച് നടത്തിയത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് P മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. USS നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം ഒരുക്കി. ജില്ലാ പ്രസിഡന്റ് S പരന്താമൻ മുഖ്യപ്രഭാഷണം നടത്തി. MG സമദൻ, P റിജിൽ, KK പങ്കജാക്ഷൻ, പ്രകാശ് കുമാർ, ബാലചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അങ്ങനെ സംഘടനയുടെ പ്രവർത്തനം ഉള്ളത് കൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ഈ മണിലിനി ആക്ട് രൂപീകരിച്ചതിന് ശേഷം പല സമയങ്ങളിൽ വളരെ ചുരുക്കം കാര്യമായ ഭേദഗതികളാണ് കൊണ്ടുവന്നത്. നമുക്കറിയാം, ഒരിക്കൽ 82 കാലങ്ങളിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊണ്ടുവന്നു. നമ്മളപ്പോൾ കയറി പിടിച്ചു. അതുമേ നമ്മൾ അതിന് കേസിന് പോയി, കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ കേസ് നടത്തി. അത് നമ്മളുടെ വരിയിൽ നിൽക്കാവുന്ന വിധത്തിൽ അതിനെ ഒതുക്കി തീർത്തു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നടപ്പായി, പക്ഷേ അത് ടേൺ ഓവർ അനുസരിച്ച് വേണമെന്നുള്ളത് ഒഴിവാക്കി തന്നു. ചെറിയൊരു സംഖ്യ 2 ലക്ഷം രൂപ, 50,000 അന്നായിരുന്നത്, പിന്നീട് അത് 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. പിന്നീട് നമുക്കറിയാം ഒരിക്കൽ സോൾവൻസി കൊണ്ടുവന്നു. അതിന് നമ്മൾ കോടതിയിൽ പോയി ആ നിയമം തള്ളിക്കളഞ്ഞു. പിന്നീട് കാര്യമായിട്ട് വരാവുന്ന ഒരു നമ്മുടെ ലൈസൻസ് ഫീ വർധന കൊണ്ടുവന്നു. നമുക്ക് പഴയ കാലത്ത് 100 രൂപയായിരുന്നു, ശശികരണക്ക് ഓർമ്മയുണ്ടാവും, വളരെ ചെറിയ സംഖ്യയായിരുന്നു. അത് 1000 ആക്കി, 5000 ആക്കി, 10000 ആക്കി, വീണ്ടും 3000 ആക്കി, വീണ്ടും 5000 ആക്കി, 6000 ആക്കി.
ഇത്തിരി വർഷമായിട്ട് 6000-ലാണ് നിൽക്കുന്നത് നമ്മൾ. അങ്ങനെ ലൈസൻസ് ഫീ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ കേസിന് പോയി, സുപ്രീം കോടതി വരെ കേസ് പോയി. നമ്മൾ അധികമായി അടച്ച കേസിൻ്റെ പൈസ തിരിച്ചു വാങ്ങിച്ചു. അങ്ങനെ ഒരു നല്ലൊരു സൗഭാഗ്യം ലഭിച്ച ഒരു അംഗങ്ങളാണ് നമുക്ക്. പട്ടാമ്പി കീഴായൂരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയും കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും റെഡ്ഡീസ് ബ്ലഡ് രക്തദാന കൂട്ടായ്മയും പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ചേർന്നു ക്യാമ്പ്. പട്ടാമ്പി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൺവീനർ എൻ മുരളീധരൻ, ചെയർമാൻ സത്താർ, M ബാലചന്ദ്രൻ, P മധുസൂദനൻ, T ഉണ്ണികൃഷ്ണൻ, M ഗാജ, വായനശാല ഭാരവാഹികളായ A ശാസ്ത്രശർമ്മൻ, AS വിജയൻ, K ഗോപാലകൃഷ്ണൻ, PP അമ്മുക്കുട്ടി, PM രാജേഷ് ബാബു, M ശ്രീജിത്ത്, C ഉണ്ണികൃഷ്ണൻ, M അബൂബക്കർ, സ്കൂൾ പ്രധാനാധ്യാപിക P ശ്രീലത, റെഡ്ഡീസ് ബ്ലഡ് രക്തദാന ഗ്രൂപ്പ് കൺവീനർ പ്രഗിൽ, അയ്യപ്പദാസ്, മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു. നന്മ ആറങ്ങോട്ടുകര UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയികളെ ആദരിച്ചു. എഴുമങ്ങാട് സ്കൂളിൽ നടന്ന ആദരച്ചടങ്ങ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപകാംഗവും ഇപ്പോഴത്തെ ചെയർമാനുമായ മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. ആദ്യ മൊമെന്റോ വൈസ് ചെയർമാൻ C ഉണ്ണികൃഷ്ണനും ക്യാഷ് അവാർഡ് കോർഡിനേറ്റർ TK വാവയും വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം T സലീം സ്വാഗതവും ചെയർമാൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.